ആശാമാരെ ഒന്നും സുഖിപ്പിക്കാനോ പക്ഷത്ത് നിർത്താനോ വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അങ്ങനല്ലേ നിർത്തിയത്? കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ്. അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ പറഞ്ഞത്. ആശാ വർക്കർമാരുടെ സമരസ്ഥലത്ത് പോവുകയും ആശാ വർക്കർമാരോടൊപ്പം നൃത്തം ചെയ്യുകയും ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെയും അതല്ലെങ്കിൽ JP നദ്ദയെയും ഒക്കെ കണ്ട്, എന്ന് വെച്ചാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത്. കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് അതേപോലെ ആവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി അത് മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചുവട് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്? നമുക്ക് മുഴുവൻ കേൾക്കാം. നമുക്കെപ്പോഴും അവരെന്ത് അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്? അവർക്ക് ആ ഒരു അവരുടെ അടുത്തേക്ക് ചെന്നത്, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് പിന്നീട് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ചെന്നിരുന്നു. ഇനിയും പോകാൻ തയ്യാറാണ്. കാരണം എൻ്റെ ശ്രമം അല്ലെങ്കിൽ എന്നെ അവിടെ പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയിലുള്ള നേതാക്കളുടെയൊക്കെ അതിന് നൽകുന്ന, എൻ്റെ ശ്രമത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല, നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും കേരള സർക്കാരിനോട്. ഇതിലെ സംസ്ഥാന സർക്കാർ പറയുന്ന കേന്ദ്ര സ്കീമാണ്. എന്താണ് നഡ്ഡാജി എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നിങ്ങൾ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. അദ്ദേഹം വളരെ ഡെലിജന്റ് ആയിട്ടല്ലേ പറഞ്ഞത്. സാധ്യമാകുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആശാമാരെ ഒന്നും സുഖിപ്പിക്കാനോ പക്ഷത്ത് നിർത്താനോ വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അങ്ങനല്ലേ നിർത്തിയത്? അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. CITU ആ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സമരം ഇവിടെ BMSന്റെ പിന്തുണയോടുകൂടി, എന്ന് വെച്ചാൽ BJPയുടെ തൊഴിലാളി സംഘടനയുടെ പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയായിരിക്കണം സമരത്തിന്റെ കുന്തമുന. അങ്ങനെയുള്ള പ്രചാരണമാണ് നടത്തേണ്ടത്. ഇതായിരുന്നു BJPയുടെ ലക്ഷ്യം. അതുതന്നെയാണ് UDFന്റെയും ലക്ഷ്യം. അതുകൊണ്ടാണ് BJP നേതാക്കൾ പോകുന്നു, തൊട്ടു പിന്നാലെ UDF നേതാക്കൾ പോകുന്നു, സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്താണ് യഥാർത്ഥ പ്രശ്നം? കേന്ദ്ര സർക്കാരാണ് ഇൻസെന്റീവ് കൂട്ടി നൽകേണ്ടത്. സംസ്ഥാനത്തിന് 800 കോടിയോളം രൂപ ഇതിനകം നൽകാനുണ്ട്. നേരത്തെ ഉള്ള തുക കുടിശ്ശികയുണ്ട്. അത് വാങ്ങിയെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കാം എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതയായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാൻ ആശാ വർക്കർമാരെ, അതും മുഴുവൻ പേരില്ല എന്ന് വെച്ചാൽ 1% പേർ മാത്രമേ ഉള്ളൂ. 500ഓളം പേർ മാത്രമാണ് സമരരംഗത്തുള്ളത്. 26,000ഓളം ആശാ വർക്കർമാരുണ്ട്. അവർക്കറിയാം LDF സർക്കാരാണ് അവരെ ചേർത്ത് നിർത്തിയത് എന്ന്. അതുകൊണ്ട് തന്നെ LDF സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടതില്ല എന്നും അവർക്കറിയാം. സമരം ചെയ്യാതെ തന്നെ സംസ്ഥാന സർക്കാർ, LDF സർക്കാർ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൂട്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് 7,000 രൂപ വരെ ആയത് എന്ന് അവർക്ക് നന്നായി അറിയാം. എന്നാൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുമോ എന്നാണ് ഈ സമരത്തിലൂടെ നോക്കിയത്. സുരേഷ് ഗോപി വന്ന് കേന്ദ്ര സർക്കാരിലേക്ക് പോയതോടുകൂടി അതിന് ചെറിയ മാറ്റം വന്നു. ചർച്ച കേന്ദ്ര സർക്കാരിലേക്ക് പോയി. അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് കൊട്ടുകൊടുത്തത്. ദില്ലിയിൽ നിന്ന് ഇതും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ നിന്നാൽ മതി എന്ന്. അവിടെ തന്നെ നിന്ന് സമരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കൂ, അതാണ് BJPയുടെ ലക്ഷ്യം. ഇത് പറഞ്ഞാണ് അവിടെ നിന്ന് തിരിച്ചു വിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പലതും പറയുന്നത്. എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത അവസ്ഥയിൽ ഓരോ ദിവസവും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമുണ്ട്, അത് വളരെ പ്രധാനമാണ്. ആശാ
വർക്കർമാരെ സുഖിപ്പിച്ച് നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. അങ്ങനെ ഞങ്ങളോടൊപ്പം അവരെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വെച്ചാൽ ആശാ വർക്കർമാരുടെ സമരത്തെയും തള്ളിപ്പറയുകയാണ് BJP നേതാവ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. BJP നേതാക്കളിലും സുരേഷ് ഗോപിയോട് ഒരു അതൃപ്തിയുണ്ട്. ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നതിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്നാണ് BJP നേതാക്കൾ കണക്കുകൂട്ടുന്നത്. സമരം ഇങ്ങനെ ദുർബലമായി പോകുന്നതിനും അതൊരു കാരണമായിട്ടുണ്ട് എന്ന് BJP നേതാക്കൾ കണക്കുകൂട്ടുന്നു. അതിൽ ഒരു അതൃപ്തി BJP നേതാക്കൾക്ക് സുരേഷ് ഗോപിയോടുണ്ട്. ഇപ്പോൾ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.